അത് എൻ്റെ ഫോണല്ലേ? അതെവിടെ കിടന്നടിക്കുന്നത്? ആ തേ തേ നീ എവിടാ? അത് 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 പിന്നെ യോഗി ഞാൻ ഞാനിപ്പോൾ അല്ലേ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയത് അവിടെ വന്ന് എടുക്കാൻ പാടില്ലാന്ന്. ഇപ്പം നീ എന്തോടെ ചെയ്തത്? അത് പ്ലീസ് എൻ്റെ ഫോൺ എന്താ? എൻ്റെ ഫ്രണ്ട് അത്. ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിക്കട്ടെ. ഞാൻ ഇവിടെ ആണെന്നൊന്നും പറയത്തില്ല, പ്ലീസ്. അതൊന്നും പറ്റില്ല. ഇവിടെ താമസിക്കുമ്പോൾ ഫോണും പറ്റില്ല, ഒന്നും പറ്റില്ല. പറഞ്ഞു മനസ്സിലായല്ലോ? മര്യാദയ്ക്ക് ഇവിടെ ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ കിടന്നോണം. പറഞ്ഞു മനസ്സിലായല്ലോ? ദൈവമേ, ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും? എൻ്റെ ഫാമിലി, എൻ്റെ പഠിത്തം, എൻ്റെ എല്ലാ സ്വപ്നങ്ങളും എല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ സ്നേഹിച്ചത് ഇങ്ങനെ ഒരാളെയാണ്. ഞാനിനി എന്താ ചെയ്യും? എങ്ങനെ ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടും? ഇപ്പം എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ പറ്റി ആലോചിച്ച് വിഷമിക്കുകയായിരിക്കും. ഫുഡ് കഴിച്ചോ? ഇല്ല ബോസ്. അതെന്താ നിങ്ങൾ ഫുഡ് കൊടുത്തില്ലേ? കൊടുത്താണ് സാർ, ബട്ട് വേണ്ടാന്ന് പറഞ്ഞു. ആള് ഇപ്പം നോക്കിയാലും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ പോയി തിരക്കാം. അറിയോ? ഓക്കെ, ഞാൻ ഓക്കെയാണ്. ചേക്ക്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് അത് സത്യമാണ്. നിങ്ങൾക്ക് ഈ മാഫിയ വീട് വിട്ട് ഒരു മനുഷ്യനെ പോലെ നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ? എന്തോന്ന് കൊള്ളാലോ നീ ഇപ്പോൾ പറഞ്ഞത്. ഞാൻ ഈ മാഫിയ വേൾഡ് ഉപേക്ഷിച്ചിട്ട് നിൻ്റെ കൂടെ ഒരു മനുഷ്യനായിട്ട് ജീവിക്കണമെന്നാ? നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. നീ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി മാത്രം നിന്നെ ഞാൻ ലവ് ഒന്നും ചെയ്യുന്നില്ല. ഇത് വെറും ലസ്റ്റ് മാത്രമാണ്. നീ കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. പറഞ്ഞാൽ മനസ്സിലായില്ല? മനസ്സിലായി ചേക്ക്. ഞാനൊരു കാര്യം. നീയുണ്ടോ ചോദിക്കാൻ? ഓക്കെ, ചോദിച്ചോ. അത് പിന്നെ എനിക്കെൻ്റെ അച്ഛനും അമ്മയും കാണുമായിരുന്നു. ഒന്നും ഉണ്ടേ കാണിക്കൂ. ഞാൻ പറഞ്ഞതല്ലേ നിൻ്റെ വീട് ഇപ്പോൾ ഇതാണെന്ന്. നിനക്ക് അച്ഛനുമില്ല, അമ്മയില്ല. ഈ മര്യാദയ്ക്കാണെങ്കിലും ഞാനും മര്യാദയ്ക്കായിരിക്കും. ഞാൻ എന്ത് മര്യാദയാണ് നിങ്ങളുടെ അടുത്ത് കാണിച്ചത്? എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും കാണണമെന്ന് പറഞ്ഞത് അതൊരു മര്യാദകേടാണോ? അല്ലേ തന്നെ നിങ്ങളെപ്പോലെ മനുഷ്യജന്മത്തിന് വില കൽപ്പിക്കാത്ത ഒരാടുത്ത് മനുഷ്യബന്ധത്തിൻ്റെ വില എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ? നിങ്ങൾക്ക് മനുഷ്യന്മാരെ കൊല്ലാനല്ലേ അറിയത്തുള്ളൂ, സ്നേഹിക്കാൻ അറിയില്ലല്ലോ. ചുമ്മാതല്ല, നിങ്ങൾക്കായിട്ട് ആരും ഇല്ലാത്തത്. നീ എൻ്റെ ക്ഷമയെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുവോ? ഞാൻ എന്തോ പരീക്ഷിച്ചത്? നിങ്ങളല്ലേ എന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും കാണണമെന്ന് പറഞ്ഞത് അത് അത്ര വലിയ തെറ്റാണോ? മിണ്ടാതിരിക്കേ. ഇല്ല, എനിക്ക് പറയാനുള്ള ഞാൻ എല്ലാം പറയും. നിങ്ങളെ സ്നേഹിച്ചതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അന്നത്തെ നൈറ്റ് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കിപ്പം ഇങ്ങനൊരു ഗതികേട് ഉണ്ടാവില്ലായിരുന്നു. നീ ഇത്ര നേരത്തെ ഉറങ്ങിയ? ഐ എം സോറി തായ്. നീ വിചാരിക്കും പോലെ ബന്ധത്തിനൊന്നും വില കൽപ്പിക്കാത്ത ഒരാളല്ലടാ ഞാൻ. എനിക്കും അറിയാം ബന്ധത്തിന് എത്ര വില കൽപ്പിക്കണമെന്ന്. പക്ഷേ നീ വിചാരിക്കും പോലെ എനിക്കങ്ങനെ ബന്ധത്തിന് വില കൽപ്പിക്കാൻ മാത്രം എനിക്കങ്ങനെ ആരുമില്ലടാ. എനിക്ക് സ്വന്തം എന്ന് പറയാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അവളും പോയി. പിന്നെ ഇപ്പം നിന്നെ കണ്ടതിന് ശേഷമാണ് എനിക്ക് സ്വന്തം എന്ന് പറയാൻ ഒരാളുണ്ടെന്ന് തോന്നിയത്. അപ്പം നീയാണെങ്കിൽ ഇങ്ങനെ. ഐ എം സോറി തായ്, ഐ എം സോറി. ഞാൻ നിന്നെ അടിക്കണമെന്ന് വിചാരിച്ചില്ല. സോറി തായ്. എന്തോ ഇപ്പം ജേക്ക് പറഞ്ഞിട്ട് പോയത്? അപ്പം ശരിക്കും ജേക്ക് എൻ്റെ മേലെ ഫീലിങ്സ് ഉണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജേക്കെ മാറ്റിയെടുക്കാൻ പറ്റുമോ? ഇല്ല,
അതൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഞാൻ എങ്ങനെ ഇത്ര വലിയൊരു മാഫിയ മാറ്റിയെടുക്കുന്നത്? ജെ കെ ഞാൻ നിന്നെ സ്നേഹിച്ചത് തെറ്റായിപ്പോയോ ജെ കെ? തെറ്റായിപ്പോയോ? നീ ഇപ്പോൾ പറഞ്ഞതൊക്കെ നീ ഇപ്പോൾ പറഞ്ഞത് നിൻ്റെ മനസ്സിൽ തൊട്ട് തന്നെ പറഞ്ഞാണ് ജെ കെ? ബോസ്, നിങ്ങൾ പുറത്തേക്ക് പോകണോ? പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാനും കൂടെ വരാം. ഏയ് അതൊന്നും വേണ്ട, ഞാൻ വരാൻ ലേറ്റാവും. തേനെ നോക്കിക്കോണം. ബോസ്, തേയോ? ഓ സോറി, തേയാ അവനെ നോക്കിക്കോണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചേക്കണം, മനസ്സിലായല്ലോ? ബോസ്, ഓക്കെ. ജെ കെ, ഇതെന്താ ഇത്? ഇവിടേക്ക് വന്നിട്ട് പോയി എത്രാമത്തെ പേക്കാ? എന്തിനെങ്ങനെ കുടിക്കുന്നത്? ഞാൻ തേങ്ങനെ അടിച്ചടാ. എന്തിനെ? അവനെന്നെ മനുഷ്യബന്ധത്തിന് വില പഠിപ്പിക്കാൻ വന്ന്. അവനറിയോടാ എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നതെന്ന്. എല്ലാവരും എന്നെ വിട്ടിട്ട് പോയ കാര്യം അവനറിയോടാ. എന്തിനാടാ? അതിനാടാ നീ ആ ഒരു പാവത്തിനെ അടിച്ചത്? അവൻ നിന്നെ ലവ് ചെയ്യുന്ന കാര്യം നിനക്ക് അറിഞ്ഞൂടേടാ. പാവം, അവൻ എത്രത്തോളം വിഷമിച്ചാണ്. അപ്പോൾ എനിക്കെന്തോ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലടാ, അറിയാതെ അടിച്ചുപോയി. ബെസ്റ്റ്, നിൻ്റെ ഒരു ദേഷ്യം എത്ര തവണ പറഞ്ഞിട്ടുണ്ടോ ഒന്ന് കൺട്രോൾ ചെയ്യണമെന്ന്. സോ എനിക്ക് ഏയും കൂടി എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താടാ. അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് ഞാൻ അവിടെ അടിച്ചതാടാ. അവൻ ഒരുപാട് കരഞ്ഞ്. ഇനി എന്താ ചെയ്യേണ്ടത്? അവനിപ്പം എൻ്റെ മേലെ ദേഷ്യം വല്ലതും കാണൂടാ. എന്തു ചേക്കേ, നീ അവനെ പറ്റി ആലോചിച്ചിട്ട് വറീഡാവുകയാണോ? അങ്ങനെയൊന്നുമില്ലടാ. പിന്നെ നീ ഇപ്പോൾ ടെൻഷനായത് എന്തിനാണ്? നീ ഇപ്പോൾ ടെൻഷനായത്? ജെമിൻ, ഞാനും കൺഫ്യൂസ്ഡാടാ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാനും ആലോചിച്ചതാടാ. എനിക്കൊരു ബെഡ്മേറ്റ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആരെ വേണമെങ്കിലും കിട്ടും. എന്തുകൊണ്ടാണ് ഇവൻ മാത്രം? പക്ഷേ എനിക്കെന്തോ അങ്ങോട്ടൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ജിയോണയുടെ കേസ്, എനിക്ക് ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാൻ അവൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അവളെ എനിക്ക് നഷ്ടപ്പെട്ടില്ലേ? എല്ലാത്തിൻ്റെ കാരണക്കാരൻ ആ ഒരു ബാസ്റ്റേഡാണ്. അവനെ എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലും ഞാൻ, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും ഞാൻ. ചേക്കെ മതി, കുടിച്ചാൽ മതി. നീ വീട്ടിലേക്ക് പോകാൻ നോക്ക്. ഇല്ല ജിമിൻ, എനിക്ക് വീട്ടിലോട്ട് പോകാൻ പറ്റില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ തേങ്ങൻ്റെ ഫേസിലേക്ക് നോക്കുമ്പോൾ എനിക്കെന്തോ ഒരു കുറ്റബോധം പോലെ. അവനവൻ്റെ അച്ഛനും അമ്മയും കാണണമെന്നല്ലേ പറഞ്ഞത്, വേറെ ഒന്നുമല്ലല്ലോ പറഞ്ഞത്. ഒരച്ഛനും അമ്മയും ഇല്ലാത്തതിൻ്റെ ദുഃഖം ഞാനും ചെറുപ്പത്തിൽ ഒരുപാട് അനുഭവിച്ചതാടാ. ഞാൻ അവനെ അടിക്കണ്ടായിരുന്നു. ജെ ഇത് നീ തന്നെയാണോ? നീ ഒരുപാട് ചേഞ്ചായി. ഇതിനെയാണോ പറയുന്നത് നമ്മുടെ ലൈഫിലേക്ക് ഒരു പേഴ്സൺ വരുമ്പോൾ നമ്മൾ ഒരുപാട് ചേഞ്ച് ആവുമെന്ന്? എനിക്കതൊന്നും അറിയത്തില്ലടാ. ബട്ട് എനിക്കൊന്നും അറിയില്ലടാ. ജിമിൻ, അതെന്തെങ്കിലും ആവട്ടെ, നാളെ തന്നെ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോകണം. അവൻ്റെ അച്ഛനും അമ്മയും കൊണ്ടേ കാണിക്കണം. ജെ അത് വേണോടാ? അതൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കത്തില്ലേ? ഇല്ലടാ, അങ്ങനെ അവൻ പ്രശ്നം ഉണ്ടാക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവനെന്നെ ഇഷ്ടമായിരിക്കും. ഇല്ലെങ്കിൽ അവൻ ഏതെങ്കിലും വിധേനെ എൻ്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയാൽ. അവനതിനൊന്നും ശ്രമിച്ചില്ലല്ലോ. അപ്പോൾ അവന് എൻ്റെ മേലുള്ള ഫീലിങ്സ് അത് ട്രൂ ആടാ. അതൊക്കെ നിൻ്റെ ഇഷ്ടം. ബട്ട് നീ ശ്രദ്ധിച്ചാണോ? പ്രശ്നമൊന്നും ഉണ്ടാകാൻ പാടില്ല. ഞാൻ നോക്കിക്കോളാടാ. ബോസ്, നമ്മൾ ഇത്രയും നാൾ അന്വേഷിച്ച് നടന്ന ആളുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. പറ, ഏതാ ബാസ്റ്റേഡ്? അത് പിന്നെ ബോസ്, എന്താ പറയാനൊരു ബുദ്ധിമുട്ട്? ബോസ് ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന ആ ഒരു പയ്യനില്ലേ, ആ പയ്യൻ്റെ ബ്രദറിനെയാണ് നമ്മൾ ഇത്രയും നാളും തിരക്കി നടന്നത്. വാട്ട്?